നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്താണ്? ഇയാളുടെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാകണമേ, അല്ലേ? ഒരാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. ഇയാളുടെ ഉള്ളിൽ ഞാൻ ഉണ്ടാകണമേ. ഫുട്ബോൾ ഇതിഹാസം മെസ്സി 2018 വേൾഡ് കപ്പിന് പോകാൻ വേണ്ടിയിട്ട് അർജന്റീനയിൽ നിന്ന് പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പ് അവിടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ കുറേ പത്രക്കാർ അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിലൊരു പത്രക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല, എനിക്കൊരു കാര്യം കാണിച്ചു തരാനാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു ചരടിങ്ങനെ കാണിച്ചു കൊടുത്തു. ഒരു ചുവന്ന ചരടാണ്. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ മുത്തശ്ശി എനിക്ക് തന്നതാണ്. മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെവിടെയും കൊണ്ടുപോയി കളയരുത്, ഒരാൾക്കും കൊടുക്കുകയും ചെയ്യരുത്. ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയാൽ ഒരേ ഒരാൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അതാരാണ്? അത് മെസ്സിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചരട് നിങ്ങൾക്ക് തന്നോട്ടെ. ആ മെസ്സി ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, തന്നോളൂ. പ്രത്യേകിച്ചൊരു അത്ഭുതമോ ഒരു സന്തോഷമോ ഒന്നും പ്രകടിപ്പിക്കാതെ അതേ ഇങ്ങനെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, എന്നാ തന്നോളൂ. അപ്പൊ ഈ പത്രക്കാരൻ മെസ്സിയുടെ കയ്യിലേക്ക് ആ ചുവന്ന നൂലിങ്ങനെ വെച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇതേപോലെ ഒരു കളി കഴിഞ്ഞ് ജയിച്ച് തിരിച്ചു വരുമ്പോൾ കുറെ പത്രക്കാര് മെസ്സിയുടെ കൂടെ കൂടി. അതിലൊരാൾ ആ ചരട് കൊടുത്ത പത്രക്കാരനായിരുന്നു. അയാൾ വന്നിട്ട് മെസ്സിയോട് ചോദിച്ചു, നല്ല തിരക്കുള്ള സമയമാണ്, കുറേ ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിൽ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അല്ല മെസ്സി, ഞാൻ നിങ്ങൾക്കൊരു ചരട് തന്നത് ഓർമ്മയുണ്ടോ? എൻ്റെ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ചരട് തന്നിരുന്നു, എൻ്റെ മുത്തശ്ശി തന്ന ചരടാന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് മറന്നോ? നിങ്ങളത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞോ? നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അതോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം കയ്യിലൊന്നും കാണുന്നില്ല, ചരട് കയ്യിലല്ലേ കിട്ടുക, കയ്യിലൊന്നും കാണുന്നില്ല. അപ്പൊ സങ്കടത്തോടെയാണ് ഇയാൾ ചോദിക്കുന്നത്. മെസ്സി എന്താ ചെയ്തതെന്നറിയോ? മെസ്സി ഒന്നും പറഞ്ഞില്ല. മെസ്സി കാലിങ്ങനെ പൊക്കി, കാല് പൊക്കിയിട്ട് ആ സോക്സ് ഇങ്ങനെ എല്ലാം മാറ്റി കാണിച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്നു. മെസ്സിയുടെ ഇടങ്കാലിലാണ് ആ ചരട് കെട്ടിയിട്ടുള്ളത്. മെസ്സിയുടെ ഇടങ്കാല് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും വില കൂടിയ ഇടങ്കാലുകളിൽ ഒരിടങ്കാല്. ആ ഇടങ്കാലിലെങ്ങാനും പന്ത് കിട്ടിയെന്നറിഞ്ഞാൽ എതിർ ടീമിലെ ഗോളി നല്ലോണം പേടിക്കണം. ആ ഇടങ്കാലിലാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ 2022 ഡിസംബറിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്, അല്ലേ? ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ്. അതിൽ ട്രോഫി കിട്ടിയത് ആർക്കാണ്? അർജന്റീനക്കാണ്. അതിൽ കളിയൊക്കെ ജയിച്ച് ഫൈനലിൽ ജയിച്ച് ഗ്രൗണ്ടിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു വന്ന് അവരവിടെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിലൊരു കളിക്കാരന് സെൽഫി വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലാരുണ്ട്? മെസ്സി ഉണ്ട്. മെസ്സി അവിടെ ഇരിക്കുന്നുണ്ട്, ഫോണും നോക്കി ഇരിക്കുന്നുണ്ട്. ബൂട്ടില്ല, സോക്സ് ഇല്ല, ഒന്നുമില്ല. റൂമല്ലേ, ഗ്രീൻ റൂമിലല്ലേ ഇരിക്കുന്ന, ഡ്രസ്സിംഗ് റൂമിലല്ലേ ഇരിക്കുന്ന. ബൂട്ടും സോക്സും ഒക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോഴും മെസ്സിയുടെ ഇടങ്കാലിൽ ആ ചുവന്ന ചരടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതിന് അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ ആ ചരട് കൊടുത്ത ആ പത്രക്കാരനും ആ പത്രക്കാരൻ്റെ അമ്മയും എത്ര സന്തോഷിക്കുന്നുണ്ടാവും. ആ സന്തോഷത്തിന് കൊടുക്കുന്ന വിലയുടെ പേരാണ് ഗിഫ്റ്റ് ഓഫ് റിമെമ്പറൻസ്. ഒരു മിഠായി കടലാസ് പോലും അത്രയും അഗാധമായ സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഇല്ലേ? അതിൻ്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് റിമെമ്പറൻസ്. മുബാറക് ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആള് പഠിച്ച സ്കൂളാണിത്.
അതുകൊണ്ട് അവള് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഒന്ന് മുബാറക്കാണ്, പിന്നെ അവളെ കൂടെ പഠിച്ച 2 പെൺകുട്ടികളുടെ പേരുമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടതാണ്. പ്രത്യേകിച്ചും അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആള് അവളെ എണ്ണുകയാണെങ്കിൽ, ഒരു 5 ആളുടെ പേര് എണ്ണുകയാണെങ്കിൽ അതിലൊരാൾ ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പളിൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്, ഷംസുദ്ദീൻ മാഷ്. അവളെപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അപ്പോഴൊക്കെയും അവളുടെ വാക്കുകൾ മുഴുവനാകാതെ മുറിയും. കാരണം അവൾ 6 മാസം സ്കൂളിൽ വന്നിട്ടുള്ളൂ, 10ാം ക്ലാസ്സിൽ. പിന്നെ പരീക്ഷയെക്കുറിച്ചുള്ളൊരു പേടിയൊക്കെ വന്ന് 6 മാസം കഴിഞ്ഞ് സ്കൂൾ നിർത്തിയ ആളാണ്. പരീക്ഷയെ പേടിച്ചിട്ട് ഇനി വേണ്ട, പരീക്ഷയും വേണ്ട സ്കൂളും വേണ്ട എന്നെ വീട്ടിലിരുന്ന് ആളാണ്. അങ്ങനെ പരീക്ഷയുടെ സമയത്ത് മാഷോട് എല്ലാവരും പറഞ്ഞു, ആ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിക്കണ്ട, നമുക്ക് 100% മാർക്ക് 100% വിജയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുമല്ലോ. മാഷ് പറഞ്ഞു, അവൾ എഴുതിയാൽ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മാഷ് സ്വന്തം പൈസ കൊടുത്തിട്ടാണ് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. മാഷ് അവളെ വിളിച്ചിട്ട് വീട്ടിലിരുന്ന് പഠിക്കാനും പറഞ്ഞു. അവൾ വീട്ടിലിരുന്ന് പഠിച്ചു, പരീക്ഷ എഴുതി, ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കൂടി അവൾ വിജയിക്കുകയും ചെയ്തു. ആ മാഷെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ കുട്ടിയുടെ കണ്ണ് നിറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണമാണ് നേരത്തെ പറഞ്ഞ വാക്ക്, എന്താണ്? കെയറിങ്. ഞാൻ ഇവിടെ സംസാരിക്കേണ്ട ഒരു സമയമോ സന്ദർഭമോ ഒന്നുമല്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ കളികൾ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. എനിക്ക് ഒരൊറ്റ കാര്യം പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളൂ. അതെന്താണെന്നറിയോ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്, ഒരു സ്കൂളാവട്ടെ, ഒരു വീടാവട്ടെ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു കുട്ടി കാണുകയും ഇടപെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മൾ വീട്ടിലുള്ളവർ മാത്രമൊന്നുമല്ല, വീട്ടിലുള്ളവരാവാം, അയൽപ്പക്കത്തുള്ളവരാവാം, ആ കുട്ടി പോകുന്ന ബസ്സിലെ ജീവനക്കാരാവാം, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന തീർച്ചയായിട്ടുമാണ്, ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരാണ്. ആ കുട്ടി കാണുന്ന മുഴുവൻ മനുഷ്യന്മാരും ആ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കുട്ടികളെ വേദനിപ്പിക്കേണ്ടി വരും, അടിക്കേണ്ടി വരും, വഴക്ക് പറയേണ്ടി വരും, അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരിക്കലും ഒരു കുട്ടിയോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താണെന്നറിയോ? കുട്ടികളെ അപമാനിക്കരുത്. എനിക്ക് 40 വയസ്സായി, എന്നെ നിങ്ങൾ അപമാനിച്ചോളൂ എന്ന്. അപ്പം എന്നെ നിങ്ങൾ വന്നിട്ട് അപമാനിക്കുകയാണെങ്കിൽ ആ അപമാനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് 5 മിനിറ്റ് മതി. പക്ഷേ 4 വയസ്സോ 5 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് അപമാനിക്കുന്നത് എങ്കിൽ ഒരായുസ് മുഴുവനും ആ അപമാനം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും. നമ്മളിങ്ങനെ കടലിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കല്ലെടുത്തിട്ട് കടലിലേക്ക് വലിച്ചെറിയുന്നത് പോലെയാണ്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ? ആണ്. പക്ഷെ ആ കല്ല് എത്ര ആഴങ്ങളിലേക്കാണ് പോകുന്നത് എന്നോ, എത്ര കാലമാണ് അവിടെ കിടക്കുന്നത് എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമുക്ക് ചെറിയ സെക്കൻഡുകൾ കൊണ്ട് തീർന്നൊരു പരിപാടിയാണ്. പക്ഷെ ആ കടലിൽ ആ കല്ല് എത്ര യുഗങ്ങളാണ് കിടക്കുക. ഇതേപോലെയാ ചെറിയ കുട്ടികളുടെ മനസ്സ്. കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചിറകുകളാണ്. പേടിയില്ലാതെ ജീവിക്കാനുള്ള ചിറകുകൾ. ഒരു വലിയ മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു കുരുവിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. വലിയ മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു കുരുവിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കുരുവി ആകെ പേടിക്കൂലേ? പേടിച്ച് വിറക്കൂലേ? ശരിക്കും കുരുവിക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ചിറകുകളില്ലേ? സ്വന്തം ചിറകിനെയും സ്വന്തം ആകാശത്തെയും തിരിച്ചറിയുന്ന ഒരു കുരുവിയുടെ മുന്നിൽ ഏത് മൂർഖൻ പാമ്പിനും വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. ഈ ചിറക്
പേടിയില്ലാതെ ജീവിക്കാനുള്ള ചിറക്. എവിടെയാണോ ഒരാൾക്ക് പേടി ഉണ്ടാവുന്നത് അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ടൈഗർ വലിയ ശക്തിയുള്ളൊരു ജീവിയല്ലേ? ആണ്. ടൈഗർ ഒരു പുള്ളിമാനിൻ്റെ പിറകെ ഓടുന്നു എന്ന് വിചാരിക്കുക. ടൈഗർ ഒരു പുള്ളിമാനിൻ്റെ പിറകെ ഓടിയാൽ തീർച്ചയായും ടൈഗറാണ് ജയിക്കുക. ടൈഗർ പുള്ളിമാനെ പിടിക്കും, ഇറച്ചിയായിട്ട് കഴിക്കുകയും ചെയ്യും. ഉറപ്പല്ലേ? അല്ലേ? സത്യത്തിൽ ടൈഗറിനാണോ പുള്ളിമാനാണോ വേഗത കൂടുതലുള്ളത്? ടൈഗറിനല്ലേ? അല്ലേ? അല്ല. ടൈഗറിന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത ഉള്ളൂ. പുള്ളിമാനിന് മണിക്കൂറിൽ 90 കിലോമീറ്ററാണ് വേഗത. എന്നിട്ട് തോറ്റുപോയത് എന്താ? അതിൻ്റെ ഉള്ളിലൊരു വിചാരമുണ്ട്, ടൈഗറെ ജയിക്കുകയുള്ളൂ. മാത്രല്ല, ആ പേടി കാരണം പുള്ളിമാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയും ഉള്ളിലെ പേടി വളരുകയും ചെയ്യുന്നതോടെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. പേടിയില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ സ്വസ്ഥത. അതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ? പേടിയില്ലാതെ ജീവിക്കാനുള്ള ധൈര്യമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ഏതൊരു പ്രശ്നമാവട്ടെ, ആ പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇരയാകേണ്ടി വരുന്നത് കുട്ടികളാണ്. ഒരു ഭാര്യയും ഭർത്താവും വാപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നമാവട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ, നമ്മൾക്കുണ്ടാകുന്ന അരക്ഷിതത്വങ്ങളാവട്ടെ, എന്താവട്ടെ, നമ്മളതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കും. പക്ഷെ നമ്മുടെ കുട്ടികളില്ലേ, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വർഷങ്ങളെടുക്കും. ചിലപ്പോൾ എടുത്തില്ല എന്ന് പോലും വരും. പേടിയുണ്ടാവും, അരക്ഷിതത്വം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഒരച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ചിലപ്പോൾ ആർഭാടങ്ങളൊക്കെ കുറഞ്ഞു പോകും. വലിയ സൗകര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അതൊക്കെ വേറെ കാര്യം. നമ്മൾ കൊടുക്കുന്ന ആർഭാടങ്ങളൊക്കെ കുട്ടികൾ മറന്നുപോകും. നമ്മൾ കൊടുക്കുന്ന ആർഭാടങ്ങളൊക്കെ കുട്ടികൾ മറന്നുപോകും. പിന്നെ എന്താ കുട്ടികളുടെ ഉള്ളിലുണ്ടാവുക? ഒരേ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? കെയറിങ്. ആ കുട്ടികൾ അനുഭവിച്ചത് മാത്രമല്ല, കുട്ടികൾ കണ്ടത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയുടെ, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണിൻ്റെ രണ്ടാമത്തെ ഉപ്പ ആയാൽ, ഞാൻ അവളുടെ രണ്ടാമത്തെ ഉപ്പയായാൽ, അവൾ എന്നെ ഒന്നാമത്തെ ആൺകുഞ്ഞിനെ പോലെ നോക്കും. അവൾ എൻ്റെ രണ്ടാമത്തെ ഉമ്മയായാൽ അവൾ എൻ്റെ ഒന്നാമത്തെ പെൺകുഞ്ഞിനെ പോലെ ആയി മാറും. ടെമ്പിൾ ഗ്രാഡിനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. അവര് പിന്നെ മൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ്. അവർ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. ഓട്ടിസം ബാധിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്ക്. അവർ പറയാ, പ്രണയം എന്താണെന്ന് എനിക്കറിയൂല, കാരണം എന്നെ ആരും പ്രണയിച്ചിട്ടില്ല. അവർ പറയാ, സങ്കടത്തോടെ പറയാ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ആളാണ്. അവർ പറയാ, എന്നെ ആരും പ്രണയിച്ചിട്ടില്ല, എനിക്ക് പ്രണയം എന്താണെന്ന് പോലും അറിയില്ല, എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം, പ്രണയം എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്. ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്, മറ്റൊരാളെ കെയർ ചെയ്യലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നല്ലേ? എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ കെയർ ചെയ്യാൻ ഒരാളുണ്ട് എന്നാണ്. നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ടതും കാണേണ്ടതും, നമ്മൾ കൊടുക്കുന്ന ആർഭാടങ്ങളൊക്കെ അവർ മറന്നു. നിങ്ങൾ എത്ര വലിയ റൂം കൊടുത്തോളൂ, എത്ര വലിയ സൗകര്യങ്ങൾ കൊടുത്തോളൂ, അതൊന്നും മനസ്സിലുണ്ടാവില്ല. പിന്നെന്തുണ്ടാവുക?
അവർ കണ്ടതും അവരനുഭവിച്ചതുമായ കെയറിങ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, പേടിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം. രണ്ട്, അവരുടെ മുന്നിൽ അവർ കാണാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടും അവർക്ക് ഉണ്ടാകേണ്ടത് ഈ കെയറിങ് ആണ്. അവർ കാണാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരോടും അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ കെയറിങ് ആണ്. ആ കെയറിങ് ആണ് കുട്ടികൾ അറിയേണ്ട ഏറ്റവും വലിയ പാഠം. ഞാൻ അവസാനിപ്പിക്കുന്നു.